നമസ്കാരം. ഒരു സർക്കാർ സംവിധാനം എന്തിനാണ്? തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ, ജനങ്ങൾ വോട്ട് ചെയ്ത് തെരഞ്ഞെടുത്ത സർക്കാർ, മുഖ്യമന്ത്രി, മറ്റ് മന്ത്രിമാർ എല്ലാവരും തന്നെ. കാരണം നമ്മുടേത് ഒരു ജനാധിപത്യ രാജ്യമാണല്ലോ. പക്ഷേ ഒരു സർക്കാർ സംവിധാനം ഒരു വ്യക്തിക്കെതിരെ അല്ലെങ്കിൽ ഒരു സംഘടനയ്ക്കെതിരെ, ആർക്കെങ്കിലും എതിരെയാകട്ടെ, ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെതിരെ പക വീട്ടിയാൽ എന്താകും അവസ്ഥ? പകയും പ്രതികാര നടപടികളും. ആനപ്പക എന്ന് പറയുന്നു, പക്ഷേ ആനയ്ക്ക് പകയുണ്ടോ എന്ന് നമുക്കറിയില്ല. ആനയോട് ചോദിക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ ഇവിടെ സർക്കാരിന് പകയുണ്ട്. മുഖ്യമന്ത്രിക്കും വേണ്ടപ്പെട്ടവർക്കും മന്ത്രിമാർക്കും സർക്കാർ സംവിധാനങ്ങൾക്കുമൊക്കെ പകയുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നത്. പണ്ട് കോഴിക്കോട് കോർപ്പറേഷനിൽ മുഖ്യമന്ത്രി, ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ്, മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെതിരെ ഒരു പോസ്റ്റിന് കമൻ്റ് ഇട്ട ഒരു വ്യക്തിയെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. അദ്ദേഹം പിന്നീട് സർവീസിൽ തിരിച്ചു കയറിയോ എന്ന് നമുക്കറിയില്ല. എന്തായാലും നടപടിയുണ്ടായി. അദ്ദേഹത്തോട് വിശദീകരണം ചോദിച്ചു. അതായത് സർക്കാർ ഉദ്യോഗസ്ഥർ, സാധാരണക്കാർ, പാവപ്പെട്ടവൻ, കൂലിപ്പണിക്ക് പോകുന്നവൻ, സ്ത്രീകൾ, ആരായാലും ശരി, മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെയും അതിലെ അംഗങ്ങളെയും ഒന്നും വിമർശിച്ചുകൊണ്ട് ഒരു വാക്ക് പോലും പറയരുത്, ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ഇടരുത്, ഒരു കമൻറ്റ് പോലും ഇടരുത് എന്നുള്ളതാണോ ഇവിടുത്തെ ജനാധിപത്യം, ഇവിടുത്തെ ഭരണഘടന? കഥ എന്താണെന്നല്ലേ? മുൻ വൈദ്യുതി മന്ത്രി, അതായത് എം മണി, നമ്മുടെ ഡാം തുറന്നു വിട്ട മണിയാശാൻ, ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലം, അദ്ദേഹത്തെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിമർശിച്ചതിൻ്റെ പേരിൽ സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ച ഒരു ഉദ്യോഗസ്ഥൻ്റെ പെൻഷനിൽ, അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് ആനുകൂല്യമായ പെൻഷനിൽ നിന്ന് 500 രൂപ വീതം മാസാമാസം പിടിക്കാൻ നടപടിയായിരിക്കുന്നു എന്ന വിചിത്രമായ, മുമ്പെങ്ങും കേട്ടിട്ടില്ലാത്ത, ഇപ്പോൾ കേരള സർവീസ് റൂൾസ് KSR പ്രകാരം ഇതൊക്കെ പറ്റുമോ എന്ന് നമുക്കറിയില്ല. പാലക്കാട് വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസിലെ മുൻ ഉദ്യോഗസ്ഥൻ മുഹമ്മദ് അലി എന്ന വ്യക്തിയുടെ പെൻഷൻ തുകയിൽ നിന്നാണ് 500 രൂപ ഇപ്പോൾ മാസം തോറും പിടിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തൊരു നാണം കെട്ട നടപടിയാണ്, എന്തൊരു തരംതാണ വില കുറഞ്ഞ നടപടിയാണ് ഈ സർക്കാർ കാണിക്കുന്നത്. NGO യൂണിയൻ അംഗം കൂടിയായിരുന്നു ഇദ്ദേഹം. പ്രതികാരം ചെയ്യുകയാണ്. പെൻഷനായാലും മനുഷ്യനെ വെറുതെ വിട്ടില്ല, പുറകെ നടന്ന ആനപ്പക തീർക്കും. അതായിരിക്കും പിണറായി സർക്കാരിൻ്റെ ഒരു മുഖമുദ്ര. പാലക്കാട് ഉപജില്ലാ വിദ്യാഭ്യാസ വകുപ്പ് ഓഫീസിൽ നിന്ന് സീനിയർ സൂപ്രണ്ടായിരിക്കെ മുഹമ്മദ് അലി പങ്കുവച്ച പോസ്റ്റുകളാണ് ഇപ്പോൾ വിരമിച്ച ശേഷം അദ്ദേഹത്തിന് തന്നെ പാരയായിരിക്കുന്നത്. എം മണി, അതുപോലെ അന്നത്തെ സ്പീക്കറായിരുന്ന P ശ്രീരാമകൃഷ്ണൻ്റെ ലീലാവിലാസങ്ങളെക്കുറിച്ചൊക്കെ അന്ന് വലിയ വാർത്തകൾ വന്നിരുന്നു. മണിയുടെ ചിരിയെക്കുറിച്ചും ശ്രീരാമകൃഷ്ണൻ അന്ന് കണ്ണട വാങ്ങിയതിനും എതിരെയൊക്കെയായിരുന്നു അദ്ദേഹം പോസ്റ്റ് പങ്കുവച്ചത്. സാധാരണഗതിയിൽ സ്വാഭാവികമായി എല്ലാവരും ട്രോളുകളും ഒക്കെ ഇടുന്നുണ്ടായിരുന്നു. അതിനെ ഒരു ആക്ഷേപഹാസ്യത്തിൻ്റെ അംശത്തിൽ കൂടിയെടുക്കാമായിരുന്നു. പക്ഷേ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു ഈ മുഹമ്മദ് അലി. അതുകൊണ്ട് അദ്ദേഹത്തെ തെരഞ്ഞു പിടിച്ച് പക തീർക്കുകയാണ് എന്നാണ് പറയപ്പെടുന്നത്. നമുക്ക് മനസ്സിലാകുന്നതും അതുതന്നെയാണ്. NGO യൂണിയൻ അംഗം കൂടിയായ മുഹമ്മദ് അലിയുടെ പോസ്റ്റിനെതിരെ പോലീസിലും വകുപ്പിലും ആരോ പരാതി നൽകി, ആരാണെന്നറിയില്ല. തുടർന്ന് ഇദ്ദേഹം കോടതിയിൽ കുറ്റസമ്മതം നടത്തി, കേസായി. അതുകൊണ്ട് കോടതിയിൽ പോയി 3000 രൂപ പിഴയടച്ചു. ഒരാവശ്യവുമില്ലാത്ത കാര്യമാണ്. അവനവൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ് അദ്ദേഹം നടത്തിയത്. ഇതോടെ പ്രശ്നങ്ങളെല്ലാം തീർന്നുവെന്നാണ് പാവം മുഹമ്മദ് അലി കരുതിയത്. പക്ഷേ വിട്ടില്ല. പുറകെ നടന്ന് പക തീർക്കുകയാണ് പിണറായി വിജയനും കൂട്ടരും. 2021 മുഹമ്മദ് അലി സർവീസിൽ നിന്ന് വിരമിച്ചു. പിന്നെയും വകുപ്പ് തല അന്വേഷണം തുടർന്നു. അദ്ദേഹത്തെ പലപ്പോഴായി വിളിച്ചു വരുത്തി ബുദ്ധിമുട്ടിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറി നടത്തിയ ഹിയറിംഗിൽ ഇദ്ദേഹം മാപ്പപേക്ഷിച്ച് വിശദീകരണം നൽകി. വളഞ്ഞുകുത്തി നിന്ന് വിശദീകരണം നൽകണം. ആലോചിച്ച് നോക്കൂ. ജനങ്ങൾ തെരഞ്ഞെടുത്ത മന്ത്രിമാരും സ്പീക്കറുമൊക്കെയാണ്. അവരെയൊക്കെ ഇങ്ങനെ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ജയ രാവണ ലങ്കാവതേ എന്ന് പറഞ്ഞ് തൊഴുത് പാടി സ്തുതിഗീതങ്ങൾ പാടി നിന്നോണം. ഇല്ലെങ്കിൽ പക തീർക്കും. ഗുരുതര സ്വഭാവത്തിലുള്ളതല്ല തെറ്റ് എന്ന് ഈ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തി. എന്നാൽ പിന്നീട് പെരുമാറ്റച്ചട്ടത്തെ ബാധിച്ചു എന്നൊക്കെ ചൂണ്ടിക്കാട്ടി ഇപ്പോൾ പെൻഷൻ തുകയിൽ നിന്ന് 500 രൂപ പ്രതിമാസം പിടിക്കാൻ സർക്കാർ ഉത്തരവിറക്കി. 500 രൂപ എന്നത് ചെറിയ തുകയായിട്ട് ഒരു വേള കാണാം. പക്ഷേ 500 രൂപ എന്നുള്ളതല്ല. ഈ പോക്കൃത്തരം, ഈ ചെറ്റത്തരം കാണിക്കുന്ന പരിപാടി 500 രൂപയായാലും 100 രൂപയായാലും ഒരു വ്യക്തിയുടെ, കേരള സർവീസ് റൂൾസ് പ്രകാരം ഇത് ശരിയാണോ എന്നറിയില്ല, കോടതിയിൽ പോകണം ശ്രീ മുഹമ്മദ് അലി എന്നാണ് നമുക്ക് പറയാനുള്ളത്. 500 രൂപ വീതം കൃത്യമായി എല്ലാ മാസവും ഈ വ്യക്തിയുടെ പെൻഷൻ തുകയിൽ നിന്ന് പിടിക്കാനൊക്കെ അങ്ങ് ഉത്തരവിറക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു നാണം കെട്ട ഏർപ്പാടാണ്. 36 വർഷം വിദ്യാഭ്യാസ വകുപ്പിൽ സർവീസിൽ നിന്ന വ്യക്തിയാണ് ഈ മുഹമ്മദ് അലി. പ്രത്യേകിച്ച് ഒന്നും പ്രതികരിക്കാനില്ല എന്നാണ് ആ പാവം പറയുന്നത്. എന്തൊക്കെയാലും അദ്ദേഹം കോടതിയിൽ പോകുമെന്ന് നമുക്കറിയില്ല. ഇതൊരു ശീലമാണ്. ഇവിടെ പാടിപ്പുകഴ്ത്തലുകളും പ്രതിഷേധങ്ങൾ പാടില്ല, പ്രതികരിക്കരുത്, ആളുകൂടരുത്, എപ്പോഴും പാടിപ്പുകഴ്ത്തിക്കൊണ്ടിരിക്കണം. എന്നിട്ട് വ്യക്തിപൂജ എന്ന് പറഞ്ഞുകൊണ്ട് P ജയരാജനെ എതിരെ നടപടിയെടുക്കാൻ ഒരുങ്ങി ശാസന താക്കീത്. കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടു, ഇവിടെ പിണറായി വിജയനെക്കുറിച്ച് ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം തിരുമേനി പറഞ്ഞതാണ് എന്നൊക്കെ പറയുന്നു. ദൈവം, ഭഗവാൻ എന്നൊക്കെ പറയുമായിരിക്കും.
കാറൽ മാക്സ് ദൈവം എന്നൊക്കെ പറയുന്നത് പോലെ പിണറായി ദൈവം എന്ന് പറഞ്ഞ ഭാവിയിൽ ഒരു ദൈവം ഉണ്ടായിക്കൂടായികയില്ല. ഇവിടെ പുറകെ നടന്ന് ആനപ്പക തീർക്കുന്ന, ചതിക്കുന്ന, അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പാവപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ കഞ്ഞികുടി മുട്ടിക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല. കാരണം 500 രൂപ കുറഞ്ഞു എന്ന് വിചാരിച്ച് അദ്ദേഹത്തിൻ്റെ കഞ്ഞികുടി മുട്ടുകയൊന്നുമില്ല. അദ്ദേഹം സൂപ്രണ്ടായിട്ട് പെൻഷനായ ആളാണ്. എന്തൊക്കെയായാലും ഇത് ജനാധിപത്യപരമാണോ, ഭരണഘടനാപരമാണോ? അല്ലെന്നാണ് കേരളത്തിലെ പൊതുസമൂഹം വിലയിരുത്തുന്നത്. ഇതുപോലെ പല വിഷയങ്ങളും ഇനിയും ഉണ്ടായേക്കാം. പക തീർക്കുക എന്ന് പറഞ്ഞാൽ നോക്കിയിരുന്ന് പക തീർക്കുക എന്നുള്ളതാണ്. അതല്ലേ ഇവിടെ സംഭവിച്ചത്?